എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ബാങ്ക് വായ്പ തിരിച്ചടക്കാനായില്ല. നിർധന കുടുംബത്തിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്ത് ബാങ്ക് അധികൃതർ. നിലമ്പൂർ പാത്തിപ്പാറയിലെ കൊടുന്തറ ബിനു അലക്സാണ്ടറിന്റെ വീടും സ്ഥലവുമാണ് ജപ്തി ചെയ്തത്. നിലമ്പൂർ പാത്തിപ്പാറയിലെ കൊടുന്തറ ബിനു അലക്സാണ്ടറിന്റെ പേരിലുള്ള 20.5 സെന്റ് സ്ഥലവും അതിലുള്ള വീടുമാണ് ജപ്തി ചെയ്തത്. 2018 ബിനു അലക്സാണ്ടർ നിലമ്പൂർ കേരള ബാങ്ക് ശാഖയിൽ നിന്നും 10 ലക്ഷം രൂപ വായ്പ എടുത്തത്. ഭർത്താവ് അലക്സാണ്ടറിന്റെ സുഹൃത്തായ മുനീബിന്റെ മകളുടെ വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു വായ്പ എടുത്തത്. കോവിഡ് വന്നതോടെ അലക്സാണ്ടറിന് ജോലി നഷ്ടമായി നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. മുനീബിന് രോഗം ബാധിച്ച് കണ്ണിന്റെ കാഴ്ചയും നഷ്ടമായതോടെയാണ് കുടുംബം നിലവിലെ അവസ്ഥയിലേക്ക് എത്തിയത്. പലിശ അടക്കം 22 ലക്ഷമാണ് നിലവിലെ കടബാധ്യത. പലിശ ഇനത്തിൽ 40% വരെ ഇളവ് നൽകാമെന്നും 17 ലക്ഷം ഒറ്റത്തവണയായി അടച്ചാൽ ജപ്തി ഒഴിവാക്കാമെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. സർഫാസി നിയമപ്രകാരം മഞ്ചേരി CJM കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ബാങ്ക് ജപ്തി നടപടികൾ പൂർത്തീകരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പണം തിരിച്ചടക്കാൻ നിർവാഹമില്ലെന്നാണ് ബിനുവും ഭർത്താവ് അലക്സാണ്ടറും പറയുന്നത്. പോകാനൊരു സ്ഥലമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ തന്നെ നിൽക്കാന്നല്ലാതെ നമ്മളിപ്പോൾ ഒരു കൂട്ടാനെ സഹായിച്ചാണ്, അല്ല നമ്മളെടുത്ത് കണ്ട് ഭക്ഷണം കഴിക്കൊന്നുമല്ല. പിന്നെ ഓനിപ്പോൾ കണ്ടും കാണാൻ വയ്യാതെ ഓനും പറ്റ അവസ്ഥയിലെത്തി. ഇപ്പോൾ ഇവിടെ തന്നെ അല്ല, ഇനി അങ്ങോട്ട് പോവുക. അവരാണ് എല്ലാം പൂട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം എന്തെങ്കിലും മഴ പെയ്താൽ നനയാ, ഇവിടെ തന്നെ കിടക്കാമല്ല. അപ്പം എന്ത് ചെയ്യാം? ഇവിടെ ഈ തിണ്ണയിൽ ഒക്കെ പൂട്ടിയാൽ കണ്ടില്ല, എല്ലാം പൂട്ടി, ബേക്കും പൂട്ടി. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഈ തിണ്ണയിലൊക്കെ കിടക്കാമെന്നല്ലാതെ വേറെ സ്ഥലങ്ങളൊന്നുമില്ല പോകാൻ. ഇവിടെ നിൽക്കുക. പിന്നെ നമുക്ക് ഈ മീൻ വണ്ടിയിൽ പോകുന്നതിൽ ഒരു 100-600 ഉറുപ്പ കിട്ടും. അതിപ്പോൾ മീൻ ഇപ്പോൾ ഈ സ്വാമിമാരൊക്കെ ആയിക്കൊണ്ട് ഇപ്പോൾ മീനും ചിലവില്ല. അപ്പോൾ 3-4 ദിവസമായി പോയിട്ട് പിന്നെ ഇതിൻ്റെ പുറകെ നടക്കാനും ആരെങ്കിലുമൊക്കെ സഹായിക്കുക, അല്ല അപ്പം എന്ത് ചെയ്യുക? സഹായിക്കുന്നു പ്രതീക്ഷിക്കണം. പോകാനൊരു ഇടല്ലാതെ തന്നെ ഉള്ളൂ. വേറൊരു എന്തെങ്കിലും ഒരു ഇതുണ്ടോ ചോദിച്ചാൽ അതുമില്ല. ആകെ ഉള്ളതാണിത്. ഈ ഇരുത്തവിടെ ഇരിക്കുക, അല്ലാതെ എന്ത് ചെയ്യാനാ? ആഗ്രഹമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇതൊക്കെ അടച്ച് വീട്ടി ഇതാക്കാൻ. നമ്മളെ കയ്യിൽ ഇങ്ങനെ കൂലിപ്പണിക്കുന്ന ആൾക്കാരല്ലേ. ഒരു മോന് ഇങ്ങനെ കിഡ്നിക്ക് പ്രോബ്ലമായിട്ട് അത് ഇങ്ങനെ മാറി ഇങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അലർജീൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 1 മാസം തികച്ച് പണിയെടുക്കലില്ല. അങ്ങനെ അപ്പോഴേക്കിനും എന്തെങ്കിലും അസുഖമാവും, അപ്പോഴേക്കിനും വീട്ടിലിരിക്കും. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. എനിക്കാണെങ്കിൽ ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് അതിന് മരുന്ന് കുടിച്ച് അതിന് നടക്കുക. എല്ലാവരോടും പറഞ്ഞു. ബാങ്കുകാർ പരമാവധി ഒക്കെ ഇളവ് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും ഇതാക്കി തന്നില്ലേ. ഇതാരെങ്കിലും ഒന്ന് പിന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുത്ത് ഇതാക്കാൻ അതൊന്നും നോക്കണുണ്ട്. അതൊന്നും നടക്കണില്ല. എന്താ ചെയ്യണം? ആരോടാ കൈ നീട്ടുക? സത്യത്തിൽ എനിക്ക് ആരോടും കൈ നീട്ടി ശീലമല്ല. പിന്നെ പറയാന്നല്ലാതെ എന്താ ചെയ്യണേ? ആരും സഹായിക്കാനില്ല. അതന്നെ. ആരെങ്കിലും ഈ സ്ഥലം വിലക്ക് വാങ്ങാൻ തയ്യാറായാൽ തങ്ങളുടെ കടം വീട്ടാമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. വീട് ജപ്തി ചെയ്ത് സീൽ ചെയ്തതോടെ മാതാപിതാക്കളും മക്കളും താമസിക്കാൻ മറ്റൊരിടം ഇല്ലാത്തതിനാൽ വീടിന് മുന്നിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടി അതിലിരിക്കുകയാണ് ഇപ്പോൾ. വീട് സീൽ ചെയ്തതിനാൽ വൈദ്യുതിയുമില്ല. കരുണയുള്ള ആരെങ്കിലും സഹായത്തിനെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവർ. ഇപ്പോൾ നടത്തിയത് നിയമപരമായ നടപടി മാത്രമാണെന്നും ഒറ്റത്തവണയായി കുടുംബത്തിന് പണം തിരിച്ചടക്കാൻ അവസരമുണ്ടെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. ഈ കുടുംബത്തെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് 9400865388 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എ+ വിഷൻ, നിലമ്പൂർ. Super Absorbent Poppy's Diapers.